നേന്ത്രവാഴ വിത്ത് ചതിച്ചു. ലക്ഷ്മണന്റെ 6 മാസത്തെ അധ്വാനം പാഴായി. ഓണക്കാലത്ത് വിളവെടുക്കാമെന്ന പ്രതീക്ഷയിൽ നട്ടുവളർത്തിയ വാഴകളാണ് കുലച്ചു തുടങ്ങിയിട്ട് കൂമ്പടഞ്ഞ് ഇല്ലാതായത്. അരവഞ്ചാൽ കൂവപ്പൊയിലെ കടേക്കര ലക്ഷ്മണൻ എന്ന കർഷകനാണ് നേന്ത്രവാഴ കൃഷി തിരിച്ചടിയായത്. കൂവപ്പൊയിൽ കോട്ടോലി സ്ഥലം പാട്ടത്തിനടുത്ത് 300ഓളം വാഴവിത്തുകളാണ് കടേക്കര ലക്ഷ്മണൻ നട്ടുപിടിപ്പിച്ചത്. 5 മാസം കഴിഞ്ഞപ്പോൾ വലിയ പ്രതീക്ഷകൾ നൽകി വാഴകളെല്ലാം കുലച്ചു. എന്നാൽ കുലകളെല്ലാം വൈകാതെ കൂമ്പടഞ്ഞു. 180ഓളം വാഴകളിലും സമാനമായ രോഗലക്ഷണങ്ങളാണ് കാണിച്ചത്. വിത്തൊന്നിന് 20 രൂപ വീതം നൽകി 2 ഇടങ്ങളിൽ നിന്നാണ് വാഴവിത്ത് വാങ്ങിയത്. അതിലൊരു സ്ഥലത്തു നിന്നും വാങ്ങിയ 200 എണ്ണം വിത്തുകളാണ് ലക്ഷ്മണനെ ചതിച്ചത്. മറ്റുള്ളവ സാധാരണ പോലെ കുലച്ച് മൂപ്പത്തുന്നുണ്ട്. വാഴത്തോട്ടം കണ്ടിട്ടാണ് വിത്ത് വാങ്ങിയതെന്നും ജനിതക മാറ്റമാകാൻ വിളനാശത്തിനിടയാക്കിയതെന്നും ലക്ഷ്മണൻ പറയുന്നു. ഞാൻ 300 വാഴ വെച്ചിട്ടുണ്ട് ഇവിടെ. 300 വാഴയിൽ 200 വാഴവിത്ത് പാടിച്ചാലിന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെതാണ്. അവിടെ ഞാൻ അറിയുന്ന തോട്ടത്തിൽ നിന്ന് വാങ്ങിയതാണ്. അതിനുള്ള ആ വാഴയിൽ വലിയ മോശമൊന്നും വന്നിട്ടില്ല. അവരെ കൊല 10 കിലോ 12 കിലോ നാടൻ വാഴയാണ്. പിന്നെ ഒരു 100 എണ്ണം ചെറുവഴിയിൽ നിന്ന് മേടിച്ചു വെച്ചു. അത് നല്ല വേറെ വലിയൊരു ഇനമാണ്. ഈ 200 എണ്ണം വെച്ചതിൽ 30 എണ്ണം മറ്റേ പോയി. ബാക്കിയില്ലേ 170 എണ്ണവും ഈ മോഡൽ പേട് കൊലയാണ്. ഇത് തന്നയാളുടെ തോട്ടം ഞാൻ കണ്ടതാണ്. അവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കൃഷി വകുപ്പ് പോയിട്ട് ഈ സംഗതി പറഞ്ഞു, ഇങ്ങനെ പേട് കൊല ആയിട്ടുണ്ട്, എനിക്ക് ആനുകൂല്യത്തിനൊന്നല്ല, നിങ്ങൾ വന്ന് അതിനെ പറ്റി പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ശരി, അവര് നല്ലൊരു പ്രതികരണമാണ്. ആയിക്കോട്ടെ, നമ്മൾ ഉടനെ വരും നോക്കുന്നും പറഞ്ഞു. 1 മാസമായി അവര് വന്നിട്ടൊന്നുമില്ല. അപ്പൊ ഇതെനിക്ക് നഷ്ടം തരാനല്ല. ഇനിയൊരു കർഷകർ ഇങ്ങനെ വഞ്ചനപ്പെടാൻ പാടില്ല. ഇതെന്നെ മനഃപൂർവ്വം ആരും വഞ്ചിച്ചതും അല്ല. അവർക്ക് ഇതിന് നല്ല കൊല കിട്ടി. ഇനി ഇത് ജനിതക മാറ്റം വന്നതാണോ വേറെന്തെങ്കിലും സംഭവിച്ചതാണോ? ഇനി വളത്തിന്റെ പ്രശ്നമാണെങ്കിൽ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഈ വിത്ത് വാറിയ വേറെ വാഴയുണ്ട്. ആ വാഴക്ക് അത് സംഭവിച്ചിട്ടില്ല. ചെറുവഴിയിൽ നിന്ന് മേടിച്ച 100 വിത്തുണ്ട്. അതും അതിന് നല്ല കൊല വരുന്നുണ്ട്. പിന്നെ വെള്ളം കൊണ്ട് കുറെ ചീഞ്ഞു പോയിട്ടുണ്ട് എന്നല്ലാതെ വേറെ കൊലക്ക് മാറ്റുള്ളൂ. ഈ കൊല ചെറുതായതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഈ കൊല കംപ്ലീറ്റ് പേടാന്ന്. വിൽക്കാൻ പറ്റൂല, ഒന്നും വിൽക്കാം. ഞാനിപ്പോ എത്രയോ വർഷമായി കൃഷി ചെയ്യുന്നത്. വാഴ കൃഷി തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നത് 5-6 വർഷമായി. പിന്നെ മറ്റു പല കൃഷിയും ചെയ്യുന്നതാണ്. പിന്നെ വളം കുറഞ്ഞ വകയിൽ തന്നെ കൊല ചെറുതാവലുണ്ട്. അത് സംഭവിക്കലുണ്ട്. കായ് പേടാകുന്നത് എന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതിനെ പറ്റിയിട്ട് ഒരു പഠനം നടത്താൻ വേണ്ടി ഞാൻ കൃഷിയോട് പറഞ്ഞു. അവര് വന്നിട്ടില്ല. 1 മാസമായി ഞാൻ പറഞ്ഞു. 10-45 കൊല്ലമായി ഈ വാഴ. പിന്നെ ഇൻഷൂർ ചെയ്യാൻ പച്ചക്കറി എല്ലാം ചെയ്യുന്നു. പക്ഷെ അതിലൊന്നും ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ എന്റെ അറിവിൽ ഇതുവരെ ഉണ്ടായില്ല. ഇൻഷൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞപ്പോ അന്നേരം ഇത് ചെറിയ പ്രായത്തിലെ 5 മാസം മുമ്പേ കൊലച്ചു പോയി. അപ്പൊ കൊലച്ചതിന് ഇൻഷൂർ ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇൻഷൂർ ചെയ്യാൻ പോയിട്ടില്ല. എന്റെ തൊട്ടടുത്ത് ഇപ്പൊ 700 വാഴ ഇവരെല്ലാം ചെയ്തിട്ടുണ്ട്. അവർ ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും ചീഞ്ഞു കുറെ പോയി. വെള്ളം കൊണ്ട് കയറി ഞങ്ങള് ഇൻഷൂർ ചെയ്യുന്നു. ഇത് മാത്രം, ഇത് ഒരേ സ്ഥലമാണ്. അതും ഇതും സ്ഥലത്തിന് വ്യത്യാസമില്ല, വളം ചെയ്യുന്നതിന് വ്യത്യാസമില്ല. ഞങ്ങളെല്ലാം ഒരേപോലെ ചെയ്യുന്നു. ഒരു മാറ്റവും വന്നിട്ടില്ല. ഈ 170 വാഴയുണ്ട് ഇപ്പൊ ഈ ഇനം. അത് 170 കൊലച്ചത് ഒരു കൊല വിൽക്കാൻ പറ്റുന്ന കൊലയില്ല. ബാക്കി ഇപ്പം കൊലക്കുന്നത് മറ്റേ സൈസ് ഇനം വാഴയാണ്. അത് മോശമൊന്നുമില്ല. അപ്പൊ ഇതിന് കൃഷി വകുപ്പിൽ അന്വേഷിച്ചിട്ട് അവര് വരാന്ന് പറഞ്ഞു. വന്നിട്ടില്ല. ഇതൊന്ന് പഠിക്കണം. അവര് പഠിച്ചില്ലെങ്കിൽ ഇത് ഇനിയുള്ള കർഷകർ വഞ്ചനപ്പെടും. അതേ എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. കാരണം വേറൊന്നുമല്ല, ഒരു കൃഷിക്കാരന് ഒരു വാഴ വെച്ച് പണിയെടുത്താൽ ആകെ കിട്ടുന്ന ഒറ്റ ഒരു കൊല മാത്രമാണ്. മനസ്സിലായ? അപ്പൊ അത് നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ഇതിന് പണിയെടുക്കുന്നതും വളം ചെയ്യുന്നതും ഇതിനെ നമ്മൾ മക്കളെ പോലെ പോറ്റിക്കൊണ്ടുവരുന്നത്. അത് ഈ നമുക്ക് ആദായം തരുന്ന സമയത്ത് ഇതേപോലെ ആയിപ്പോയപ്പോൾ നമ്മളെ കൃഷിക്കാരൻ എന്ത് ചെയ്യും? 5 മാസം കൊണ്ട് വാഴകൾ കുലച്ചതിനാൽ വിള ഇൻഷുറൻസ് ചെയ്യാനും സാധിച്ചില്ല. ഓണക്കാലത്ത് വിളവെടുക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വാഴകളാണ് കൂമ്പടഞ്ഞു പോയത്. കടുത്ത വേനലിലും പിന്നാലെ എത്തിയ മഴയിലുമായി 6 മാസത്തോളം ലക്ഷ്മണൻ നടത്തിയ കഠിനാധ്വാനമാണ് ഇങ്ങനെ ഇല്ലാതായത്. സമീപത്തെ കൃഷിയിടങ്ങളിലും വാഴത്തോട്ടമുണ്ടെങ്കിലും അവയ്ക്കിങ്ങനെ സംഭവിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പെരിങ്ങോം. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.